കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ നിന്നാണ് ഈ ദാരുണമായ സംഭവം. തെലങ്കാനയിലെ നാഗർകൂർണിൽ ജില്ലയിലെ കുമേര മല്ലണ്ണ ജാത്രയ്ക്കിടയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഗണേശും കുടുംബവും ക്ഷേത്ര ദർശനത്തിനായി വന്നതായിരുന്നു. ആ ക്ഷേത്രത്തിലെ ദർശനം സാധാരണ സൗജന്യമായിരുന്നു. എന്നാൽ ഗണേശിനോടും കുടുംബത്തോടും 100 രൂപ ഫീസായി അവർ ആവശ്യപ്പെട്ടു. ഇതിനെ ചോദ്യം ചെയ്ത ഗണേഷ് കുമാറിൻ്റെ ജാതി പേര് വിളിച്ച് സംഘാടകർ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണം തടയാൻ കൈക്കുഞ്ഞുമായി ഗണേശിൻ്റെ ഭാര്യ ഓടിയെത്തുകയുണ്ടായി. 2 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ പോലും അവർ നിലത്തിട്ട് ചവിട്ടി. തുടർന്ന് കുഞ്ഞിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി 21 കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് തന്നെ യാത്രയായി. ഇത്രയ്ക്ക് ജാതി വിവേചനമാണ് തെലങ്കാനയിൽ നിലനിൽക്കുന്നത്. എന്നിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു? ആരെങ്കിലും ഈ വിവേചനത്തിനെതിരെ ഒന്ന് വിരൽ ചൂണ്ടിയോ? കുടുംബത്തിൻ്റെ പരാതിയെ തുടർന്ന് പോലീസ് ഗ്രാമ സർപഞ്ച് തുക്കാറാം റെഡ്ഡി, ശ്രീനിവാസ് റെഡ്ഡി, ശ്രീകാന്ത് റെഡ്ഡി എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ നൂറ്റാണ്ടിലും ജാതി വ്യവസ്ഥ കൊടുമ്പുരുക്കൊള്ളുന്ന ഇന്ത്യ. ഇതിന് മൂല കാരണം സംഘപരിവാറിൻ്റെ വർഗീയ നിലപാടുകൾ തന്നെയാണ്. Ay, no talaga